സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ പരിഹസിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടി. സുരേന്ദ്രൻ ജയിക്കാനും പേര് മാറ്റാനും സാധ്യതയില്ല. കേരളത്തിൽ ഇതൊന്നും നടപ്പാക്കാൻ സാധ്യതയില്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളല്ലേ, ഇത് കേരളാണല്ലോ. അല്ല, ഇവിടെ അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സാധ്യതയില്ല. ജയിക്കാനും സാധ്യതയില്ല, മാറ്റാനും സാധ്യതയില്ല. മുബഷിർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷിർ പി അക്ബർ, ഗണപതിവട്ടം എന്ന പേരാണ് ആദ്യം ഉണ്ടായിരുന്നതെന്നാണ് കെ സുരേന്ദ്രൻ അവകാശപ്പെടുന്നത്. ചരിത്ര രേഖകളൊക്കെ ഉദ്ധരിക്കുന്നുമുണ്ട്. അപ്പോൾ ജയിക്കുന്നതും പേര് മാറ്റുന്നതും തമ്മിൽ ബന്ധമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പല പേരുകളും മാറ്റുന്നതിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പരിഹാസം വെറുതെയാകുമോ? സുജയ, ആ നിലയിൽ കെ സുരേന്ദ്രന്റെ ഒരു ആവശ്യത്തെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ട് തന്നെ തള്ളിക്കളയുകയാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ പി.കെ. കുഞ്ഞാലിക്കുട്ടി. അതിന്റെ ഒരു തരത്തിലുള്ള സാധ്യതയുമല്ല, അതിന്റെ ആവശ്യമില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നൊരു മറുചോദ്യമാണ് ഈ ഒരു വിഷയത്തിൽ കെ സുരേന്ദ്രന്റെ മറുപടിയായി പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. അത് പേര് മാറ്റാനും സാധ്യതയില്ല, അതേസമയം തന്നെ കെ സുരേന്ദ്രൻ അവിടെ ജയിക്കാനും പോകുന്നില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും അത് മുസ്ലിം ലീഗിന്റെ ഒരു ഔദ്യോഗിക നിലപാടായി തന്നെ, ഒരു പ്രതികരണമായി തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടിയെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതിവട്ടം എന്നാക്കണമെന്നായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനും വയനാട് NDA സ്ഥാനാർത്ഥി കൂടിയായ കെ സുരേന്ദ്രന്റെ ആവശ്യം. ഒരു വിഷയത്തിൽ തുടർ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പരിഹാസത്തിലൂടെ തന്നെയാണ് അതിനൊരു മറുപടി കൊടുത്തിരിക്കുന്നത്. അതിനൊരു സാധ്യതയുമില്ല, അതൊക്കെ തന്നെ അനാവശ്യ രീതിയിലുള്ള ചർച്ചകളിലേക്കാണ് വഴിവെക്കുക എന്ന രീതിയിലുള്ള ഒരു പരിഹാസ മറുപടിയാണ് ഇക്കാര്യത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. വിശേഷം വയനാട് ലോക്സഭാ മണ്ഡലം, മലപ്പുറം ജില്ലയിലെ ഏറനാടും നിലമ്പൂരും വണ്ടൂരും ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊന്നും ഒരു തരത്തിലും ഏൽക്കുകയില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഒരു മറുപടിയിലൂടെ എന്നുള്ളതാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് സമാനമായ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഒരു പ്രതികരണമാണ് സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് നടത്തിയിരിക്കുന്നത്. എന്തായാലും സുരേന്ദ്രന്റെ ആ ഒരു പ്രതികരണം, ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത ആ ഒരു പരാമർശവും പ്രതികരണവും ആ നിലയിൽ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായ പി.കെ. കുഞ്ഞാലിക്കുട്ടി കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അത്തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും തന്നെ കാരണമാവില്ല, അതിൽ അത്തരത്തിലുള്ള മാറ്റത്തിനൊന്നും തന്നെ നിലവിൽ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പ്രസ്താവന ആദ്യമൊന്നുമല്ലല്ലോ, ഇതൊക്കെ സ്ഥിരം ബി.ജെ.പിയുടെ പരിപാടികളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പേരുമാറ്റം, ആളെക്കൊല്ലൽ, പള്ളി മാറ്റുക, ഇതൊക്കെ സ്ഥിരം ബി.ജെ.പിയുടെ പരിപാടികളാണ് എന്ന് കടുപ്പിച്ച ഒരു വിമർശനം വരുന്നത് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്നാണ്.